ആ ബാഹുലേനെ ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല സദാശിവ. കമ്മീഷന് നടപടികളാണെങ്കിൽ മുറക്കി നടക്കുന്നുണ്ട്. ഞാൻ എല്ലാ കാര്യവും വെട്ടുകുഴിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. മനസമാധാനം എന്നൊന്നും എനിക്ക് വിധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. നിങ്ങൾ വിഷമിക്കാതിരി. ബാഹുലേൻ ഈ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിച്ചിരിക്കും. അത് ഞാൻ ഏറ്റു. ഏറ്റു എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ബാഹുലേൻ സാറിനെ ഒന്ന് കാണണമല്ലോ. ഇവിടെ ഇല്ല. എവിടെ പോയി? അറിയില്ല. എപ്പോ വരും? അറിയില്ല. ചത്തോ അതോ ഉണ്ടോ? അറിയില്ല. തനിക്ക് അറിയാവുന്ന എന്തെങ്കിലും ഉണ്ടോ? അറിയില്ല. ഛേടാ, എന്തൊരു സാധനോടെ. AC ഓൺ ചെയ്യ്. ഓണം സർ. ആണോ? ഹലോ, എന്തായി? എന്തായി? ബാഹുലേൻ പോയിട്ട് അവന് തന്ത വരത്തില്ല. ദിവാകരൻ ബാഹുലേൻ. ദിവാകരൻ ബാഹുലേൻ. ദിവാകരൻ ബാഹുലേൻ. ദിവാകരൻ ബാഹുലേൻ. ബാഹുലേയൻ ഹാജരില്ലാത്തതിനാൽ ഇന്നത്തെ സിറ്റിംഗ് നിർത്തിവച്ചിരിക്കുന്നു. ഞാൻ ബാഹുലേൻ, ഡി ബാഹുലേൻ. ഒബ്ജക്ഷൻ യുവർ ഓണർ. കക്ഷി തെളിവ് നൽകേണ്ട സമയത്ത് ഇവിടെ ഹാജരായിരുന്നില്ല. ഇന്ന് സിറ്റിംഗ് നിർത്തിവെച്ചതായി അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി മിസ്റ്റർ ബാഹുലേനെ മൊഴി നൽകാൻ അനുവദിച്ചുകൂടാത്തതാണ്. യുവർ ഓണർ, ഈ പ്രത്യേക സാഹചര്യത്തിൽ ബാഹുലേനെ മൊഴി നൽകാൻ അനുവദിക്കേണ്ടതാണ്. വളരെ വിവാദപരമായ ഒരു കേസിന്റെ തെളിവെടുപ്പാണ്. സത്യാന്വേഷണം സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ടുകൂടാ. മിസ്റ്റർ ബാഹുലേൻ, നിങ്ങൾക്ക് പറയാനുള്ളത് പറയണം. സത്യം ബോധിപ്പിച്ചുകൊള്ളാം. സത്യം ബോധിപ്പിച്ചുകൊള്ളാം. സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. സത്യം മാത്രമേ ബോധിപ്പിക്കൂ. ദൈവം സാക്ഷി. ദൈവം സാക്ഷി. വയറക്കാട് ഡാമിന്റെ സബ് കോൺട്രാക്ടർ ആയിരുന്ന എന്നെ ഈ അന്വേഷണ കമ്മീഷൻ മുമ്പാകെ മൊഴി നൽകുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ചില തൽപര കക്ഷികൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നതായി ഞാൻ കമ്മീഷൻ മുമ്പാകെ അറിയിക്കുന്നു. വാറുണ്ണിയുടെ സബ് കോൺട്രാക്ടർ ആയിരിക്കെ പവർ ഓഫ് അറ്റോർണി അനുസരിച്ച് ബില്ല് തുക ബാങ്കിലൂടെയായിരുന്നു എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. എഗ്രിമെന്റ് തുക 70 കോടി രൂപയാണെങ്കിലും 40 കോടി രൂപ കൊണ്ട് ഡാമിന്റെ എല്ലാ പണികളും പൂർത്തീകരിച്ചു എന്നതിന് വ്യക്തമായ കണക്കുകൾ എന്റെ കൈവശമുണ്ട്. ബാക്കി വന്ന 30 കോടി രൂപ മന്ത്രി സദാശിവൻ തന്നെ കൈപ്പറ്റിയതായി രേഖയുണ്ട്. വാറുണ്ണിയുമായുള്ള കത്തിടപാടുകളുടെ കോപ്പിയും ബാങ്ക് സ്റ്റേറ്റ്മെന്റും അതുപോലെ മറ്റെല്ലാ രേഖകളും ഈ ഫയലിലുണ്ട്. മിസ്റ്റർ ബാഹുലേൻ, നിങ്ങൾക്ക് ഹാജരാക്കാനുള്ള രേഖകൾ കമ്മീഷന് കൈമാറാം. ആ തലതെറിച്ചോമെന്ന് മൊഴി കൊടുത്തു. അറിഞ്ഞു. ഏരശനി തീർന്നില്ലെന്ന് തോന്നുന്നു. ആ ജഡ്ജിയാണെങ്കിൽ ഹരിചന്ദ്രനേക്കാ കഷ്ടമാ. സാരമില്ല, എവിടെ ഒരു ലൂപ്പ് ഹോൾ കാണുമല്ലോ.
അയാൾക്കൊരു മോളുണ്ട്, ഊമയാ. സംസാരിക്കുമായിരുന്നു, ഇപ്പൊ അതില്ല. പക്ഷെ ചെവി കേൾക്കാം. വെട്ടുകുഴി കാര്യമെന്തെന്ന് പറ. അതല്ലേ പറഞ്ഞു വരുന്നത്. നമ്മുടെ ദിനേശൻ ആ പെണ്ണിനെ കെട്ടുന്നു. അതിന് അവൻ സമ്മതിക്കൂ? അഥവാ അവൻ സമ്മതിച്ചാൽ തന്നെ ജഡ്ജി സമ്മതിക്കൂ? അതൊക്കെ വേണ്ട പോലെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഈ കൊച്ചു കേരളം മാത്രമല്ല, സകല സംസ്ഥാനങ്ങളെ ഉൾക്കൊള്ളുന്ന കേന്ദ്രം വരെ ഭരിക്കാനുള്ള ബുദ്ധി ഈ തലയ്ക്കകത്തുണ്ട്. And so to conclude the report, Commission has come to the point that the charges leveled against Mr. Ongalur Sadashivan അകത്തേക്ക് വരാമായിരിക്കുമല്ലോ അല്ലേ? വെളിച്ചത്തിരുന്ന് പറയേണ്ട ഒരു കാര്യമാണ്. നാളത്തെ ദിവസമാണെങ്കിൽ നല്ല കാര്യങ്ങൾ പറയാനൊട്ട് പറ്റിയതുമല്ല. കണ്ടോ, ശുഭലക്ഷണമാ. ഇത്ര ചേർച്ചയുള്ള ഒരു ജാതകം കണ്ടിട്ടില്ലെന്നാ ജോത്സ്യനും പറയുന്നത്. ആരുടെ ജാതകം? സാറ് വിവരമൊന്നും അറിഞ്ഞില്ലല്ലേ? ആഹാ, അപ്പൊ മാലതിയമ്മയൊന്നും പറഞ്ഞില്ലേ? നല്ല കുടുംബമാ. പയ്യനെ പറ്റി നാട്ടിൽ എല്ലാവർക്കും നല്ല മതിപ്പുവാ. പയ്യനും വീട്ടുകാർക്കും കുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. മിസ്റ്റർ വെട്ടുകുഴി, ഞാനിപ്പോ കമ്മീഷൻ റിപ്പോർട്ട് എഴുതി തീർക്കുന്ന തിരക്കില്ല. നമുക്ക് മറ്റൊരു ദിവസം സംസാരിക്കാം. അല്ല, കല്യാണം ഉടനെ നടത്തണമെന്നില്ല. റിപ്പോർട്ട് സമർപ്പിച്ച് സാറിന്റെ റിട്ടയർമെന്റും കഴിഞ്ഞ് പതുക്കെ മതി. പൊതിയനെ സംശയിക്കരുതല്ലോ. പയ്യൻ ഏതാന്ന് പറഞ്ഞില്ലല്ലോ. അറിയും, ഡോക്ടർ ദിനേശൻ. അന്ന് ഡാൻസ് പ്രോഗ്രാം നടന്നപ്പോ പരിചയപ്പെടുത്തിയില്ലേ? നമ്മുടെ മന്ത്രി സദാശിവന്റെ മകനാ. ഒരിക്കൽ നിങ്ങൾ ഇവിടെ കയറി വന്നപ്പോ ഞാൻ മാന്യമായി പെരുമാറി തെറ്റായി. യു പ്ലീസ് ക്ലിയർ ഔട്ട്. സാർ, അതെ, യു പ്ലീസ് ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. ഇനിയും ആര് വരുമെന്ന് കരുതിയാ കാത്തിരിക്കുന്നേ? നമ്മുടെ മോൾക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ച ചെയ്തൂടെ? ഇല്ല മാലതി. ദിനേശിന് എന്താ ഒരു കുറവ്? മന്ത്രി സദാശിവന്റെ മകനല്ലേ? അത് തന്നെയാണ് ഏറ്റവും വലിയ യോഗ്യത. മാലതി ഒരു ജഡ്ജിയുടെ ഭാര്യയാണെന്നുള്ള കാര്യം മറക്കരുത്.